മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. യേശു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് ഒരു പുതിയ നിയമ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിച്ചതിന് ശേഷം മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം യേശുവിനെ പിന്തുടർന്നു. അപ്പോഴാണ് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തെത്തിയത്. കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്ത് കഴിയേണ്ടവരാണ്. അവർക്ക് സമൂഹത്തിലേക്ക് കടന്നു വരുവാനോ മറ്റുള്ളവരെ പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനോ അനുവാദമില്ലാത്ത കാലം. എന്നാൽ വ്യത്യസ്തനായൊരു കുഷ്ഠരോഗിയെ നാം ഇവിടെ കാണുന്നു. യേശുവിനെ വിശ്വസിച്ച് യേശുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച് യേശുവിൽ വിടുതലുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ ഉറച്ച് വന്നയൊരു വ്യക്തി വന്ന് യേശുവിനെ നമസ്കരിച്ചു. തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ. നമ്മുടെ ജീവിതത്തിൽ നാം എത്ര പാപിയായിരുന്നാലും എത്ര ദരിദ്രനായിരുന്നാലും ഏത് ജീവിത നിലവാരത്തിലായാലും ദൈവസന്നിധിയിലേക്ക് വന്നാൽ നമുക്ക് വിടുതൽ ഉറപ്പാണ്. ലോകം മുഴുവൻ നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം, നമ്മെ മാറ്റി നിർത്തിയേക്കാം. എന്നാൽ മാറ്റി നിർത്താത്ത ഒരൊറ്റയാളെ നമുക്കുള്ളൂ, നമ്മുടെ കർത്താവ്. യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ചാൽ, നമ്മുടെ രക്ഷകനായി അംഗീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിന് വിടുതൽ ഉറപ്പാണ്. വേറെ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്ന ഇടത്താണ് ഈ ഒരൊറ്റ വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായതും അതുകൊണ്ട് തന്നെ കുഷ്ഠം മാറി ശുദ്ധനാകുവാൻ ഇടയായി തീർന്നതും. ബാക്കി എല്ലാവരും പഴയ നിലയിൽ പഴയ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സ്വതന്ത്രനാകുവാൻ ഇടയായി. നമ്മുടെ ജീവിതത്തിലും യേശുവിനായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനം, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള സന്നദ്ധത, അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീരും. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ ഭവിച്ചാലും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാനും ഇടയാകുന്നു. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് നാം വായിക്കുന്നു. ഈ കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യഥാർത്ഥമായും അതൊരു പുതിയ ജീവിതം തന്നെയായിരുന്നു. നമുക്കും യേശു കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ആത്മാവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് നിത്യതയ്ക്ക് അവകാശികളായി തീരാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയ്ക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.